ശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇരുട്ടിൽ ഇരുന്നാലും എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പ്രകാശമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളിന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ ഒരു വചനം ഒന്ന് ധ്യാന വിഷയമാക്കുകയാണ്. ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കാ സുവിശേഷം 27:45. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. 6-ാം മണിക്കൂർ, അത് യേശു മരിക്കുന്ന സമയത്ത് 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെയും, യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അത് സമയം വെച്ച് കൂട്ടിയാൽ 12 മണി മുതൽ, ഉച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെയുള്ള സമയം, 3 മണിക്കൂർ സമയം ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ഇത് സാധാരണ എല്ലാ മനുഷ്യരുടെയും ഒരു ജീവിതത്തിൽ ബാധിക്കാറുള്ള ഒരു അന്ധകാരം കൂടിയാണിത്. എത്ര ഹൈ ലെവലിൽ നിന്നാൽ എത്ര ലൈവായി നിൽക്കുന്ന വ്യക്തികളിലും വളരെ ഉന്നതമായ നിലയിൽ നിൽക്കുന്ന വ്യക്തികളൊക്കെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി മേഖലകൾ ഇതുപോലെ ഒരു സംഗതി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞു കൊള്ളണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് തീരുമാനങ്ങൾ എടുക്കാതെ ശാന്തമായി ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴിൽ വളരെ താഴ്മയോടെ നിന്നാൽ മതി. തക്ക സമയത്ത് അവിടെ നമ്മളെ ഉയർത്തിക്കൊള്ളും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെയുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും പ്രഭാതം വരവായി. അപ്പോൾ ഏതൊരു മനുഷ്യ ജീവിതത്തിലുള്ള ഒരു സംഗതിയാണ്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ മനസ്സിലായി, ഫലം ചൂടുന്ന പല വൃക്ഷങ്ങളൊക്കെ അത് എല്ലാ കാലത്തും നമുക്ക് ഫലം ലഭിക്കുകയില്ല. അത് കായ്ക്കാനൊരു സമയമുണ്ട്, വിളവെടുപ്പിൻ്റെ ഒരു സമയമുണ്ട് എന്ന് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അന്ധകാരം ബാധിക്കുന്ന ഒരു സമയമുണ്ടാകും. ആ സമയത്ത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക മാത്രമേ ഉള്ളൂ. അത് നെഗറ്റീവായ അതിനെ കാണേണ്ട, നെഗറ്റീവായ തീരുമാനം എടുക്കേണ്ട കാര്യമില്ല. ഇത് പ്രകൃതി നിയമമാണ്, നമ്മൾ തിരിച്ചറിഞ്ഞു കൊള്ളണം. അത് നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ 9-ാം അധ്യായത്തിലെ 10 മഹാമാരികളെ പറയുന്ന ഭാഗത്ത് കൂരിരുട്ട്, 3 ദിവസം വലിയ കൂരിരുട്ട്, അത് ശരിക്കും ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ കൂരിരുട്ട് ഒരു മഹാമാരിയിൽ പെടുന്ന ഒരു കാര്യമായിരുന്നു. അത് 3 ദിവസത്തിനാണ്. 3 ദിവസം കഴിയുമ്പോൾ അത് മാറുകയാണ്. അതുകൊണ്ട് ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളോ തടസ്സങ്ങളോ തകർച്ചകളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ രോഗങ്ങളോ കഷ്ടതകളോ നാം അവൻ്റെ കുരിശിലെ ബലിയോടൊന്ന് ചേർന്ന് നിന്നാൽ, അവനോട് ഐക്യപ്പെട്ട് നിന്നാൽ, അവനോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ തീർച്ചയായും ഇതെല്ലാം ഒരു പ്രകൃതി നിയമമാണെന്ന് മനസ്സിലാക്കുക. നന്മയ്ക്കായി ഉപരി നന്മയ്ക്കായി മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളാം. ഞാനൊരു വചനം ആദ്യം സൂചിപ്പിച്ചു. അത് മിക്ക പ്രവചനം 7-ാം അധ്യായം 8 വചനമാണ്. വചനം എങ്ങനെയാണ് പറയുന്നത്? എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട, ഞാൻ വീണാലും എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിൽ ഇരുന്നാലും എൻ്റെ ദൈവമായ കർത്താവ് എൻ്റെ പ്രകാശമായിരിക്കും. ഞാൻ പ്രതികൂല സാഹചര്യങ്ങളിൽ ഇങ്ങനെ അകപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവമായ കർത്താവിൻ്റെ പ്രകാശത്തിൻ്റെ പ്രഭയിലേക്ക് അടുക്കാൻ തക്ക ഒരു അഭിഷേകത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം. ദൈവമായ കർത്താവിൻ്റെ ആ പ്രകാശത്തിൻ്റെ പ്രഭ മാത്രമേ എനിക്ക് ശരിക്കും ജീവിതത്തിൽ രക്ഷയും അനുഗ്രഹവും നൽകുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. അത് അല്പം കൂടെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഈ പുറപ്പാട് പുസ്തകത്തിൽ വീണ്ടും 21-ാം അധ്യായത്തിൽ ഒരു കനത്ത മേഘം മോശയെ മൂടിയതായി പറയുന്നുണ്ട്. ആ കനത്ത മേഘം എന്ന് പറയുന്നത് ഈ ദൈവ സാന്നിധ്യത്തെ മറയ്ക്കുന്ന പല സംഗതികളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവ സാന്നിധ്യത്തെ മറയ്ക്കുന്ന പല കാര്യങ്ങളും വരുമ്പോഴും നമ്മൾ ദൈവത്തെ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശാന്തമായി ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്തുകയും അവനിലുള്ള നമ്മുടെ ഒരു ഉള്ളിലുള്ള ഈ അവനെ പറ്റിയുള്ള അഗ്നി അത് ഊതി ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. ദൈവനാമത്തിന് സ്തുതി അർപ്പിക്കണം, ദൈവനാമത്തെ മഹത്വപ്പെടുന്ന, ദൈവനാമത്തിന് ആരാധന അർപ്പിക്കണം. ദൈവനാമം എപ്പോഴും എൻ്റെ ആദരങ്ങളിൽ ഉണ്ടായിരിക്കണം, അതെൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം, അതെൻ്റെ പ്രവൃത്തിയുടെ തലത്തിലേക്ക് വരണം. അപ്പോൾ പ്രതികൂലതകളിലേക്ക് നോക്കാം. അത് ഈ അന്ധകാരം നീങ്ങിപ്പോകും. 3 മണിക്കൂർ നേരത്തെ അന്ധകാരമേ ഉള്ളൂ. ഈ അന്ധകാരം നീങ്ങിപ്പോകും. എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിലെ പ്രകൃതിയിലുള്ള സർവ്വസാധാരണമായ ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ആ അന്ധകാരത്തിൻ്റെ മേഖലകളിലേക്ക് ചിന്തിച്ച് എൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്താതെ എൻ്റെ ജീവിതത്തിൽ ഇത് അനുഗ്രഹമായി മാറുവാൻ എൻ്റെ ദൈവം ഒരുക്കിയ സ്വീകാര്യമായ വഴികളോട് ഞാൻ ഏറ്റവും പോസിറ്റീവായി പ്രതികരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഏതൊരു മനുഷ്യൻ്റെയും. വീണ്ടും ആമോസ് പ്രവചനത്തിൽ ഒരു വചനം കൂടെ പറഞ്ഞിട്ടുണ്ട്. ആമോസ് 8:9. അന്ന് മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കും. ഉച്ച സമയത്ത് സൂര്യൻ അസ്തമിക്കും. ആ ഒരു ഇരുട്ടിൻ്റെ അനുഭവം ഞാൻ പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത്, ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്തും ഈ അന്ധകാരത്തിൻ്റെ ഒരു മേഖല ഉണ്ടാകാം. അതിലൂടെ അതിനെയൊക്കെ മാനേജ് ചെയ്യാൻ, അതിനെയൊക്കെ കവർ ചെയ്യാനുള്ള ശക്തിയും അനുഗ്രഹവും അവൻ തരും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അവൻ്റെ കുരിശിലെ ബലിയോടെ എത്രമാത്രം ഞാൻ ഐക്യപ്പെടുന്നു. ഈ പ്രതിസന്ധികൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഞാൻ ആ ഭാരപ്പെടുന്ന സമസ്ത മേഖലകളും എത്ര കണ്ട് അവൻ്റെ മുറിവുകളിലേക്ക്, അവൻ്റെ കുരിശിലേക്ക്, അവൻ്റെ പീഡാസഹനങ്ങളോട് എനിക്ക് ചേർത്ത് വയ്ക്കാനുള്ള ഒരു അഭിഷേകമുണ്ടായാൽ, ആ ചേർത്ത് വയ്ക്കാനുള്ള
ഒരു ഹൃദയത്തിൻ്റെ ഒരു തുടർമയും വിടുതലും ഉണ്ടായാൽ, ആ തരത്തിൽ എനിക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ, അങ്ങനെ പ്രാർത്ഥനാപൂർവ്വം എനിക്ക് നിൽക്കാൻ കഴിയുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഇതൊക്കെ എനിക്ക് അനുഗ്രഹമായി മാറും. ഒന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. 3 മണിക്കൂർ നേരമേ അന്ധകാരമുള്ളൂ. അത് കഴിയുമ്പോൾ പുതിയ പ്രഭാതം വരവായി, നന്മ ഉദയം ചെയ്യുകയായി, ഈ ദൈവ കൃപയുടെ ഒരു വലിയ സമൃദ്ധി നമ്മുടെ ജീവിതത്തെ വാരിപ്പുണരും. എപ്പോഴും കരുണ നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ അന്ധകാരത്തെ ശപിക്കാതെ ശാന്തമായി ദൈവസ്വരം ശ്രവിച്ച് ദൈവത്തോട് ചേർന്ന് അതിനെ കീഴ്പ്പെടുത്താൻ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ.